നമുക്കൊരു ഇഡലി ഉണ്ടാക്കിയാലോ? ഇഡലിയിൽ എന്താണ് ഇത്ര പുതുമ എന്നല്ലേ പറയാൻ വരുന്നത്. വെയിറ്റ് ചെയ്യൂ കേട്ടോ, നമുക്ക് നോക്കാമല്ലോ എന്താണ് പുതുമ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഇഡലിക്ക് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, ഒരു ശർക്കര കിഴങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ, സ്വീറ്റ് പൊട്ടാറ്റോ. അതൊക്കെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒന്ന് കഷ്ണങ്ങളാക്കി എടുത്തിട്ട് ഒരു കുക്കറിൽ ഇട്ടിട്ട് അതിനകത്ത് കുറച്ച് വെള്ളവും ചേർത്തിട്ട്, നിങ്ങൾക്ക് ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് കുറച്ച് ചേർക്കാം, ഇല്ലെങ്കിൽ വെള്ളം മാത്രം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഒരു 4-5 വിസിലൊക്കെ തന്നെ നന്നായിട്ട് ധാരാളമാകുമ്പോഴേക്കും നന്നായിട്ട് ഉടഞ്ഞ് കിട്ടും. അത് വേവുന്ന സമയത്ത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒരു ഗ്ലാസ് റവ എടുത്തിട്ടുണ്ട്, കുറച്ച് ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. നന്നായിട്ടൊന്ന് വെള്ളം ചേർത്ത് മിക്സ് ചെയ്തിട്ട് അവിടെ വയ്ക്കുക. നമ്മുടെ ശർക്കര കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, നന്നായിട്ട് ഉടച്ചെടുക്കുക. ഒരു സ്മാഷറോ തവിയോ വെച്ചിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കുക. ഇനി നമ്മുടെ നേരത്തെ വെള്ളം ഒഴിച്ച് കുതിർത്താൻ വെച്ചിട്ടുണ്ടായിരുന്ന റവ ഉണ്ടല്ലോ, സാധാരണ സൂചി റവ, അത് തന്നെയായിരുന്നു. അതിലേക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ശർക്കര കിഴങ്ങ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കുറച്ച് വെള്ളം ചേർക്കുക, ആവശ്യത്തിന് വെള്ളം ചേർക്കുക. സാധാരണ ഇഡ്ഡലി ബാറ്ററിൻ്റെ ആ ഒരു വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസിയിൽ തന്നെ നമുക്ക് വെള്ളം ചേർക്കാം. കട്ടയുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഉടച്ച് കൊടുക്കുക. ഒരു 5-10 മിനിറ്റ് അവിടേക്ക് ഒന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം എന്ത് ചെയ്യാം, നമുക്ക് ഇനോ ചേർക്കാം. 1 ടേബിൾ സ്പൂൺ ഇനോ ഞാൻ ചേർത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി കുറച്ച് 1 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനോ ചേർക്കുന്നത് നമ്മൾ ഉണ്ടാക്കുന്നതിന് തൊട്ട് മുന്നേ മാത്രമേ ചേർക്കാവൂ, അതിന് നേരത്തെ ചേർത്ത് വയ്ക്കരുത്. ഇനി എന്ത് ചെയ്യാം, എണ്ണ തടകിയ ഒരു ഇഡ്ഡലി തട്ടിലേക്ക് നമുക്കിത് മാറ്റാം. ഇതൊന്ന് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ഇഡ്ഡലി തട്ടിലേക്കൊക്കെ ഒഴിച്ച് കൊടുത്ത്, ഞാൻ ഇഡ്ഡലി കുക്കറിനകത്താണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ അതിന് ശേഷം എന്ത് ചെയ്യാം, ഇഡ്ഡലി കുക്കറിലേക്ക് നമുക്ക് വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കാം. ഒരു 10-15 മിനിറ്റ് ആകുമ്പോഴേക്കും നന്നായിട്ട് റെഡിയായി കിട്ടും കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ആയിട്ട് കിട്ടും. നമ്മുടെ കുക്കറിൻ്റെ അതിനനുസരിച്ച് ടൈം ചെറുതായിട്ടൊന്ന് മാറിയെന്ന് വരാം. എന്തായാലും എനിക്കൊരു 15 മിനിറ്റോളം ഈ കുക്കറിൽ സാധാരണ വയ്ക്കുമ്പോൾ ഒരു 15 മിനിറ്റോളം എടുക്കാറുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വേവിച്ചെടുക്കാം. നമ്മുടെ സൂപ്പർ സോഫ്റ്റ് ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ശർക്കര കിഴങ്ങാണ്, വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനമാണ്. അതുപോലെ തന്നെ റവയാണ്, അരി അല്ലാത്തതുകൊണ്ട് ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്കും നല്ല ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഞാനിത് വെച്ചിട്ട് പനിയാരം ഉണ്ടാക്കിയിരുന്നു, അതാണ് കാണുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഹാപ്പി കുക്കിംഗ്. താങ്ക്